ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിഷൈജു ബേക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത് ഒരു ബേക്കിംഗ് റെസിപ്പി ആയിട്ടല്ല, ഒരു ഹോം മെയ്ഡ് ഗീ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ ക്രീമാണ്. ഇവിടെ 2 ബോട്ടിൽ ഡബിൾ ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഡബിൾ ക്രീം നമുക്ക് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റാൻഡ് മിക്സറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് മിക്സറിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചോ ഇതിനെ വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് വിധത്തിലെയും ഇത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്താൽ മതി. അതാണ് ഇതിൻ്റെ പരുവം. അപ്പം ഞാൻ 2 ബോട്ടിലും ഈ മിക്സിംഗ് ബോളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഹൈ സ്പീഡിൽ ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കണം. ഇതാ അപ്പം ഞാനിതിനെ ഓണാക്കാൻ പോവുകയാണ്. 2 മിനിറ്റ്. അപ്പം 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വിപ്പായിട്ട് കിട്ടുന്ന ഈ ഒരു പരുവമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരുവത്തിൽ കിട്ടും. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റും കൂടെ നമുക്കിതിനെ ഹൈ സ്പീഡിലിട്ട് വിപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ ഈ പരുവത്തിലാണ് ഇത് വരുന്നത്. ഇത് 2 മിനിറ്റും കൂടെ നമ്മൾ ഇടുമ്പോഴത്തേക്കും ഇത് വെള്ളവും ഇത് ബട്ടറും മാറി വേർതിരിഞ്ഞ് വരുന്ന ഈ അവസ്ഥ കാണാം നിങ്ങൾക്ക്. അപ്പോൾ വെള്ളവും ഈ ബട്ടറും മാറി വേർതിരിഞ്ഞ് വന്ന് ഒരു ലംബി ഫോം ആവുന്നതാണ് ഇതിൻ്റെ പരുവ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവാൻ പറ്റും. ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഒറ്റ ലംബായിട്ട് ഇത് വിപ്പ് ചെയ്യാൻ ഇനി ബുദ്ധിമുട്ടായി മാറുന്ന ഒരു അവസ്ഥ വരും. അപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. നമുക്കത് വാട്ടർ തെറിച്ച് പുറത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരുവ്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ പരുവ്. അപ്പം നിങ്ങൾക്ക് കാണാം വെളുത്ത നിറത്തിൽ അതിൻ്റെ ഇതിലുള്ള ജലാംശമാണ്, പാലംശമാണ്. നമുക്കിതിനെ നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പം ഇതിനെ നന്നായിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വാരിയെടുക്കണം. ഞാനങ്ങനെ 2-3 പ്രാവശ്യം കഴുകി വാരി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലി ഇതിനെ ഒരു പാനിലോട്ട് മാറ്റണം. ഒരു സോസ് പാനിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് നമുക്കിതിനെ മെൽറ്റ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ ഉണ്ടകളെല്ലാം ഇതിനെല്ലാം ഞാനൊരു സ്റ്റവിലോട്ട് മാറ്റിയിട്ടുണ്ട്, പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പം സ്റ്റൗവിൽ ഓൺ ആക്കിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് ഉരുകി വരുന്നുണ്ട്. അപ്പോൾ ഉരുകി വരുന്ന ഈ സമയത്ത് നമ്മൾ അത്രയായിട്ട് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഉണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേ ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. അങ്ങനെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. കാരണം ഇത് അടിയിലും പിടിക്കരുത്, ഇത് കരിഞ്ഞും പോകരുത്. ഇതിൻ്റെ ഒരു പരുവ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് ഉരുകി തിളച്ച് പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമ്മൾ സ്പൂണിട്ട് വകഞ്ഞു നോക്കുമ്പോൾ ഇതിൻ്റെ അടിവശത്ത് വെളുത്തിരിക്കരുത്, ഒരു ചെറിയ മെറൂൺ കളർ വരണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. എന്നാൽ അത് ഡാർക്ക് കളറും ആവരുത്. ഡാർക്ക് കളറായിപ്പോയാൽ അത് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മളത് നോക്കിയിരിക്കണം. അതേസമയം ഒന്നും എടുക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇത് വളരെ എളുപ്പമാണ്. ഇത് പെട്ടെന്ന് നമുക്ക് വിപ്പ് ചെയ്തെടുത്ത് ഇത് ഉരുക്കിയെടുക്കുക, അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഇത് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മളതിൻ്റെ പരുവായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു 2-3 ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലായിട്ട് ചേർക്കണം. അത് പ്രത്യേക ഒരു ഫ്ലേവറും പ്രത്യേക ഒരു ആരോമയും തരും ഈ ഗീക്ക്. അപ്പം നോക്കാം നമുക്കതെന്താണെന്ന്. അപ്പോൾ തിളച്ച് നന്നായിട്ട് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിതിലേക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യുവാണ് അതായോ എന്ന്. ഏകദേശം ആയിട്ടുണ്ട്. തിളച്ച് പൊങ്ങി അത് സ്പൂൺ കൊണ്ട് വാങ്ങി മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അടിയിലുണ്ടായിരുന്ന വെളുത്ത നിറത്തിലുള്ളതെല്ലാം മാറി ഉരുകി പൊങ്ങി വന്ന് ഞാനിതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് വറുത്ത ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നാ ഒരു സ്മെല്ലാണെന്നറിയാമോ? നല്ലൊരു ഫ്രേഗ്രൻസ് ആണ് ഇപ്പോൾ ഈ റൂമും ഈ കിച്ചൺ മുഴുവൻ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിതിങ്ങനെ കോരി കുടിക്കാൻ തോന്നുക. ഈ നെയ്യ് അത്രയ്ക്ക് ഒരു ഫ്ലേവറാണ് ഈ നെയ്യിൽ നിന്ന് വരുന്നത്. പിന്നെ എൻ്റെ കയ്യിലില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പില കഴുകി വെള്ളമൊന്നും ഇല്ലാതെ 2-3 തണ്ട് വേണ്ട 2-3 എതൾ ഇതിലോട്ടിട്ട് കൊടുത്താൽ അത് നല്ലൊരു ഫ്ലേവർ തരും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് ഒഴിച്ച് കുപ്പിയിലെടുത്ത് വെക്കാം. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പം വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഹോം മെയ്ഡ് ഗീ ഉപകാരപ്പെടും. വളരെ ഹെൽത്തിയാണ്. ഇതിൻ്റെ അകത്ത് ഒരു മായവും ഇല്ല. അപ്പം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. എന്തിനും പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കും. ഇപ്പോൾ ഇവിടെ തണുത്ത് ഞാനിതിന് ജാറിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 650 ml ഒരു 250 ml കിട്ടിയിട്ടുണ്ട്. അപ്പം
ഇത്രത്തോളം ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാം, ഉണ്ടാക്കി ഉപയോഗിക്കാം. നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലോട്ട് ഇത് എത്തിക്കുകയും ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കിൽ ബട്ടൺ ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് കണ്ടതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.